സിഒപിഡിയും ചികിത്സയും. ഇന്ന് പ്രായമായവരിലും മുതിർന്നവരിലും കണ്ടുവരുന്ന ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് എന്ന സിഒപിഡി രോഗത്തെക്കുറിച്ച് വിശദമാക്കുകയാണ് പ്രശസ്ത സംയോജിത ചികിത്സകൻ ഡോക്ടർ പി.ഇ. എബ്രഹാം. നമസ്കാരം, ഞാൻ ഡോക്ടർ പി.ഇ. എബ്രഹാം, ആസ്മ, അലർജി ആൻഡ് ക്രോണിക് ഡിസീസ് സ്പെഷ്യലിസ്റ്റ്, ഇൻ്റഗ്രേറ്റീവ് ആൻഡ് കോംപ്ലിമെൻ്ററി മെഡിസിൻ കൺസൾട്ടൻറ്റ്. കോട്ടയത്തും എറണാകുളത്തും ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 40 വർഷമായി ആസ്മ അലർജി ഫീൽഡിലാണ് കൂടുതൽ ഞാൻ വർക്ക് ചെയ്യുന്നത്. ഇമ്മ്യൂണോളജിക്കൽ ഡിസീസ് എന്ന് പറയുന്നതായിരിക്കും കുറേ കൂടെ ശരി, അതിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഇന്ന് നാം ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്ന വിഷയം ബ്രോങ്കിയൽ ആസ്മയോട് ബന്ധപ്പെട്ടുള്ള മറ്റുള്ള രോഗങ്ങളെ പറ്റിയാണ്. ശ്വാസകോശത്തിലുള്ള മറ്റുള്ള രോഗങ്ങളെ പറ്റി തന്നെയാണ് ഇവിടെ ആദ്യം പ്രതിപാദിക്കുന്നത്. ഇന്ന് പ്രായമുള്ളവരിൽ, മുതിർന്നവരിലൊക്കെ വരുന്ന ഒരു രോഗമാണ്, എല്ലാവരും കേട്ടാണ് COPD, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്. വളരെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു രോഗമാണ്. ചിലപ്പോൾ ചെറുപ്പക്കാർ പോലും എന്നോട് വന്ന് ചോദിക്കാറുണ്ട്, സാറേ എനിക്ക് COPD ആണോ എന്ന്. ഒരു 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 കൺഫ്യൂഷനുള്ളൊരു ഏരിയയാണത്. അതിനെപ്പറ്റി നമുക്കൊന്ന് ഇവിടെ ഒന്ന് മനസ്സിലാക്കാം. എൻ്റെ ഒബ്സർവേഷനിൽ ഏതാണ്ട് ഒരു 100 കണക്കിന് COPD പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ പൾമനോളജിയിൽ അല്ലെങ്കിൽ ചെസ്റ്റ് ഫിസിഷ്യൻസ് ആണെങ്കിൽ അവർ ഇതിന് വലിയൊരു പ്രതീക്ഷ നൽകുന്നില്ല. ഈ COPD പോലെ തന്നെ ഒരു രോഗമാണ് ഇൻഡസ്ട്രീഷ്യൽ ലങ് ഡിസീസ്, ILD എന്ന് പറയും, ഇൻഡസ്ട്രീഷ്യൽ ലങ് ഡിസീസ്. ഇതെല്ലാം ഒരേ ഗ്രൂപ്പിൽ വരുന്ന രോഗങ്ങളാണ്. അല്ലെങ്കിൽ ഫൈബ്രോട്ടിക് ലങ് ഡിസീസ് എന്ന് പറയാം, ലങ് ഫൈബ്രോസിസ് എന്ന് പറയാം. ഇതെല്ലാം കണക്റ്റഡാണ്. ഞാൻ ഇതിനകത്ത് കണ്ട ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത്, ഇപ്പം വർഷങ്ങളായിട്ട് പുകവലിച്ചവരിൽ ശ്വാസം മുട്ടലിൻ്റെ ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ COPDയിലേക്കാണ് അവർ പോകുന്നത്. ആ COPD ഉള്ള രോഗികളാണ് 2 അടി നടക്കേണ്ട ഇങ്ങനെ അവർ വലിക്കുന്നത്, 5 അടി നടക്കുന്നതിന് മുമ്പ്. കാരണം അവരുടെ ശ്വാസകോശത്തിൻ്റെ കപ്പാസിറ്റി 80-90% ബ്ലോക്ക്ഡാണ്. ശ്വാസകോശം നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ ഇത് വികസിക്കുന്നു, ചുരുങ്ങുമ്പോൾ. ഈ ആക്ഷൻ അവർക്കില്ല. ഇതിങ്ങനെ അങ്ങ് ഇരിക്കുക, ഇത് ചുരുങ്ങുന്നുമില്ല, വികസിക്കുന്നുമില്ല. ആകെപ്പാടെ 10% എയറേ അവർക്ക് കയറുന്നുള്ളൂ. 90% ബ്ലോക്ക്ഡാണ്, ചിലപ്പം 80% ബ്ലോക്ക്ഡാണ്. എനിക്ക് 90 വരെയുള്ള പേഷ്യൻസ് എൻ്റെ അടുത്ത് വന്നിട്ട് അവരെ ഞാൻ ബെറ്റർ ആക്കിയവരുണ്ട്. അപ്പോൾ അവിടെയും എൻ്റെ ഒരു ഒബ്സർവേഷൻ, ഇത് അലർജി ഉള്ളവരിലാണ് അലർജി ടെൻഡൻസി, അതായത് ഇമ്മ്യൂണോളജിക്കൽ പ്രോബ്ലം ഉള്ളവർക്കാണ്, ശ്വാസകോശ സംബന്ധമായി തുമ്മൽ, ജലദോഷം, കഫക്കെട്ടൊക്കെ നേരത്തെ ഉണ്ടായിരുന്നവർക്കാണ് ഈ പുകവലിയും കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ കോംപ്ലിക്കേഷനിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതൽ. അല്ലെങ്കിൽ ലേഡീസിൽ ഇത് വരുന്നത് എപ്പോഴാണെന്നറിയാമോ? നമ്മുടെ നാട്ടിലും പണ്ട് വരുമായിരുന്നു. ഇത് പണ്ട് എനിക്ക് തോന്നുന്നു ഒരു 10-30 വർഷം, ഇപ്പോഴാണെങ്കിലും ഉണ്ടല്ലോ, നമ്മുടെ പഴയ അടുപ്പിൽ നമ്മൾ നനഞ്ഞ ചൂട്ട മടല അല്ലെങ്കിൽ കൊതുമ്പൊക്കെ വെച്ച് തീ കത്തിച്ചേച്ച് ഊതുകയല്ല ചെയ്യുന്നത്. ലേഡീസ് ഇങ്ങനെ അങ്ങോട്ട് ഊതി ഈ വായുവാണ് വലിച്ചു കയറ്റുന്നത്. അപ്പോൾ പുകയുള്ള വായു അവർ വലിച്ചു കയറ്റുകയാണ്. അങ്ങനെയാണ് ഈ ലങ്സിന് ഡാമേജ് ഉണ്ടാകുന്നത്. നോർത്ത് ഇന്ത്യയിൽ ഒരു സ്റ്റഡി നടത്തിയിട്ട് അവിടെ ചാണകവരളി എന്ന് പറയുന്നത്, ചാണകം ഉണക്കിയിട്ട് അതാണ് അവർ തീക്ക് ഉപയോഗിക്കുന്നത്. ഈ ചാണകവരളിയുടെ പുക വലിയൊരു കോസാണ് അവിടുത്തെ ലേഡീസിൽ ഈ COPD വരുന്നതിൽ. അല്ലാതെ നമ്മൾ ടൊബാക്കോ സ്മോക്ക് തന്നെ എടുക്കണമെന്നില്ല. ഏത് തരത്തിലുള്ള സ്മോക്കും, അതിലെ പാസീവ് സ്മോക്കിംഗ്, ഹസ്ബൻഡ് പുകവലിക്കുന്നു, പാർട്ട്ണർക്ക് ഇതിൻ്റെ ദൂഷ്യങ്ങൾ കിട്ടുന്നു. അപ്പോൾ അതൊരു പ്രധാന കാരണമാണ്. അവർക്കും അവിടെയും ഞാൻ കൂടുതലായിട്ടാണ് ഈ ഒരു ഇമ്മ്യൂണോളജിക്കൽ വീക്ക്നെസ് ഉള്ള ലങ്സിലാണ് ഇത് ബാധിക്കുന്നത്. അല്ലേ, ചിലർ പറയും ഞാൻ 50 വർഷം പുകവലിച്ച് എനിക്കൊരു കുഴപ്പമില്ല. കാരണം അവർക്ക് ഇമ്മ്യൂണോളജിക്കലി അവരുടെ ലങ്സ് നോർമലാണ്. ഇമ്മ്യൂണോളജിക്കലി വീക്കായിട്ടുള്ള ഒരു ലങ്സിലാണ് COPD ഒക്കെ കൂടുതൽ ബാധിക്കുന്നത്. ഇതൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്. എനിക്കൊന്ന് കാര്യമായിട്ട് ആധുനിക വിദ്യാഭ്യാസം ഇതിനെപ്പറ്റി കൂടുതലായിട്ട് ഒരു മെൻഷനും ഞാൻ വായിച്ചിട്ടില്ല ഒരിക്കലും. അതുകൊണ്ടാണ് നമ്മുടെ ചികിത്സയിൽ ഇവർ വരുമ്പോൾ അവരിൽ പോലും ഞാൻ ഒരിക്കലും COPD ഉള്ള 70% അവർക്ക് ബ്ലോക്ക്ഡ് ആയിരുന്നു, 30% അയാൾക്ക് വർക്ക് ചെയ്യുന്നുള്ളൂ. അയാളെ ഞാൻ ശരിക്കും ചികിത്സിച്ച് അതുകൊണ്ടൊരു തിരിച്ച് ബ്ലോക്ക് 70 എന്നുള്ളത് ഫങ്ഷനിങ്ങിൽ അങ്ങ് 70% ആക്കി ഞാൻ എടുത്തു. അയാൾ സുഖമായിട്ട് ഇപ്പോൾ ജോലി ചെയ്ത് ജീവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പലരും 18% വരെയുള്ളവരെ 60-65 വരെ ആയവരുണ്ട്. ഇതെല്ലാം പോസിബിളാണ്. അവിടെ നമ്മുടെ ഭക്ഷണരീതി, അതുപോലെ തന്നെ കഫത്തിൻ്റെ ഉൽപ്പാദനം കുറയ്ക്കൽ, അതുപോലെ നെഞ്ചിലൊരു തുണി ചുറ്റുന്നൊരു ടെക്നിക്കുണ്ട്. അതിൻ്റെ പേര് വെറ്റ് ചെസ്റ്റ് പാക്ക് എന്ന് പറയും. അത്
മോഡേൺ മാജിക് ഓഫ് നാച്ചുറൽ ഹീലിംഗ് ത്രൂ വാട്ടർ തെറാപ്പി എന്ന് പറഞ്ഞൊരു ബുക്കിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. അത് നമ്മുടെ ഇവിടെ നാച്ചുറോപ്പതിയിൽ അത് പ്രാക്ടീസ് ചെയ്യും. അത് 3 മാസമുള്ള കുട്ടികൾ വരെ 90 വയസ്സുള്ള കുട്ടികൾ വരെ നമ്മൾ കൊടുക്കാറുണ്ട്. എല്ലാ ശ്വാസകോശ രോഗികൾക്കും ഞാനത് കൊടുക്കാറുണ്ട്. വെറ്റ് ചെസ്റ്റ് പാക്ക് എന്നതിന് പറയുന്നത്. നനഞ്ഞ തുണി, പ്രത്യേകിച്ച് മഴക്കാലമാണെങ്കിൽ ചെറു ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് പകുതി വെള്ളം വീണ്ട് നെഞ്ചിലും അകവും പുറവും കൂടെ അങ്ങ് ചുറ്റും. എന്നിട്ട് ഇവിടെ കോർത്ത് വെക്കുന്നത്, അതിൻ്റെ പുറത്തൊരു ഉണങ്ങിയ ടർക്കി ടവലും കൂടെ ചുറ്റും. ഇത് ചുറ്റിക്കൊണ്ട് ഒരു അരമണിക്കൂർ 30 മിനിറ്റ്സ് ഇരുന്ന് കഴിയുമ്പോൾ ഇവർക്കുള്ളിൽ കഫക്കെട്ടുണ്ടെങ്കിൽ അത് പോകും. അല്ലെങ്കിൽ അവിടേക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടുന്ന ഉള്ള കഫം മുഴുവൻ പോകും. പിന്നെ ഹീലിംഗ് പവർ ഒത്തിരി ഇവർക്ക് കൂടി കിട്ടും. അപ്പോൾ ഇതുപോലത്തെ അഡീഷണൽ മെത്തഡോളജിയും കൂടെ, ഞാൻ പറയും മെഡിസിനും മെത്തഡോളജിയും കൂടെ ഉള്ളതുകൊണ്ടാണ് എൻ്റെ ചികിത്സാ പദ്ധതിയിൽ ഇതുപോലുള്ള രോഗികൾ വന്നാൽ പോലും നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. ഞാനിവിടെ ഒരു ഉദാഹരണം പറയുകയാണ്. കോട്ടയത്തെ ഒരു മേജർ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു വൈഫ് നേഴ്സാണ്, ഹസ്ബൻഡ് സെൻട്രൽ ഗവൺമെൻറ് ജോബ് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് ഫിഷറീസിലായിരുന്നു പുള്ളി. ഒരു 65 വയസ്സുള്ള മനുഷ്യൻ. ഒരു 4-5 പ്രാവശ്യം കോട്ടയത്തെ ഒരു ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിൽ അഡ്മിറ്റ് ചെയ്യുന്നു, ശ്വാസം മുട്ടൽ കൂടിയിട്ട്. ഇയാളെ കൊണ്ട് എൻ്റെ അടുത്ത് ചികിത്സയ്ക്ക് കൊണ്ടുവരുന്നു. 5 പ്രാവശ്യം കഴിഞ്ഞപ്പോൾ ആരോ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വരുന്നു. ഞാൻ ഇയാളുടെ വൈഫ് കരയുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഡോക്ടർമാർ അത്രയും നിഷ്കർഷിക്കാത്തതുകൊണ്ട് ഇയാൾ ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ ഉടനെ പുള്ളി ഇച്ചിരി മദ്യം, ഇച്ചിരി ബിയർ, പിന്നെ ബ്രാൻഡിയോ വിസ്കിയോ വൈകുന്നേരം കഴിക്കുന്നത് 1-2 പഗ് കഴിക്കും. ഞാൻ പറഞ്ഞു എപ്പോഴേ വിട്ടോളാൻ പറഞ്ഞു, സ്ഥലം വിട്ടോളാം, ഞാൻ ചികിത്സിക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ വളരെ സ്ട്രിക്റ്റായിട്ട് മുറുകെ പിടിച്ച് മറ്റുള്ള ഭക്ഷണ രീതികൾ നോക്കി ഏതാണ്ട് 1.5-2 വർഷം കൊണ്ട് പുള്ളി തുടക്കത്തിലാണ് 30% ലങ്സ് എഫിഷ്യൻസി ആയിട്ട് വന്ന് COPD നിന്ന് മാറി പുള്ളി ഒരു 60-70 ഇടയ്ക്ക് പുള്ളി കപ്പാസിറ്റി വന്നു. ഇപ്പോൾ പുള്ളി ചികിത്സ നിർത്തി പോവുകയും ചെയ്തു. ഇപ്പം ആൽക്കഹോൾ ഇതുപോലത്തെ പല കേസുകളും ലേഡീസിൽ COPD ഉള്ളവർ വെന്റിലേറ്ററിൽ പല പ്രാവശ്യം കിടന്നവരൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ട് രക്ഷപ്പെട്ട കേസുകളുണ്ട്. അതുകൊണ്ട് COPD ഒരു പ്രധാന ഘടകമാണ്. പിന്നെ അതുപോലെ തന്നെ ഈ റിക്കറൻറ്റ് ബ്രോങ്കൈറ്റിസും ഫൈബ്രോസിസും എംഫസീമ എന്ന് പറയും. അവർ ആ എംഫസീമ ഉള്ളവരെ കണ്ടാൽ അവരിങ്ങനെയാണ് ലങ്സുമായിട്ട് നടക്കുന്നത്. അവർക്ക് ലങ്സ് ഷോൾഡർ താഴെയില്ല, ലങ്സ് എപ്പോഴും ഇങ്ങനെ ഇരിക്കുകയുള്ളൂ. ചിലരെ കണ്ടിട്ടില്ലേ, ഇങ്ങനെയാണ് അവർ ശ്വാസം വലിക്കുന്നത്. അത് എംഫസീമയാണ്. അതായത് ശ്വാസകോശത്തിൻ്റെ നമ്മുടെ യൂണിറ്റായ ആൽവിയോളെ കൂടുതൽ ഡൈലേറ്റ് ചെയ്തിട്ട് അത് പ്രവർത്തിക്കാത്തൊരു കണ്ടീഷനിൽ എത്തുന്നതിനെയാണ് എംഫസീമ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ COPD, എംഫസീമ, ഫൈബ്രോസിസ് ഇതെല്ലാം കണക്ട് ചെയ്ത രോഗങ്ങളാണ്. ഇവിടെയെല്ലാം നമ്മുടെ ഈ സംയോജിത ചികിത്സാ പദ്ധതിക്ക് നമ്മൾ വളരെയധികം മെച്ചം ഇവർക്കൊക്കെ കൊടുക്കുവാൻ സാധിക്കും. പിന്നീട് ശ്വാസകോശ അലർജിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ച് പറഞ്ഞു ടോൺസിലൈറ്റിസ് പഴകി കിടക്കുന്ന അത് അലർജി കൊണ്ടാണ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഇമ്മ്യൂണോളജിയുടെ പ്രോബ്ലം കൊണ്ടാണ് ഉണ്ടാകുന്നത്. അതുപോലെ ഫാരിഞ്ചൈറ്റിസ്, തൊണ്ട മുഴുവൻ എപ്പോഴും വേദനകൾ. അതുപോലെ ലാരിഞ്ചൈറ്റിസ് വരുമ്പോഴാണ് ശബ്ദം അടയ്ക്കുന്നത്. അതുപോലെ സൈനസൈറ്റിസ് പലർക്കും അറിയാൻ പാടില്ലാത്തൊരു വേളാണത്. ENT ഡോക്ടേഴ്സൊക്കെ വളരെയധികം ചികിത്സിച്ച് പറ്റാതെ വരുമ്പോഴത്തേക്കും നമ്മളെടുത്ത് വരും. ഈ അടുത്ത കാലത്ത് ഒരു പുരോഹിതൻ എൻ്റെ അടുത്ത് കാണാനിടയായി. അദ്ദേഹം 50 വയസ്സുണ്ട്. അദ്ദേഹം പറഞ്ഞു 50 വയസ്സുണ്ട്, പുള്ളി കുർബാനയല്ല മേലെ ഇങ്ങനെ ശബ്ദം ഇരിക്കുന്നത്. അപ്പം പുള്ളി ഒരു 5-6 വർഷമായിട്ട് ചികിത്സയില്ല. പുള്ളി 3 ഓപ്പറേഷൻ ചെയ്തു. 2 ത്രോട്ടിൽ ചെയ്തു, 1 സൈനസിൽ ചെയ്തു. ഒരു നിരാശയിൽ ആണ് അച്ഛൻ എന്നെ കാണാൻ വരുന്നത്. ലങ്സ് പരിശോധിച്ചു പുള്ളിക്ക് ഒരു മിനിമം ആസ്മയുടെ ബാക്ക്ഗ്രൗണ്ട്. കാരണം ഇതൊക്കെ പഴയ കഴിയുമ്പോൾ ആസ്മയിലേക്ക് അവർ പോകും. അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു, ഇത് ആസ്മ മുതൽ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അച്ഛൻ 100%. അവിടെ അച്ഛനെ കഴുത്തേലാണ് ഇവിടെ ഈ വെറ്റ് പാക്ക് കൊടുത്തത്. ആദ്യം നനഞ്ഞ തുണി ചുറ്റി അതിൻ്റെ പുറത്ത് മഫ്ലർ ചുറ്റാൻ പറഞ്ഞു. ഇന്നും അച്ഛനെ ചെയ്യുന്നുണ്ട്. ഒരു വർഷം കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ അമ്മ, അച്ഛൻ്റെ ഒരു ബ്രദറും, അവർക്കൊക്കെ ഇതേ പ്രോബ്ലമാണ്. അവർക്കൊക്കെ കഫക്കെട്ടാണ്. അച്ഛനിപ്പോൾ എൻ്റെ ഒരു ഫോളോവറായിട്ട് മാറി. അങ്ങനെ ഒത്തിരി പേര് ഫോളോവേഴ്സ് എനിക്കുണ്ട്. അപ്പം കാരണം അവരാരും പ്രതീക്ഷിക്കാത്തൊരു ക്യൂറാണ് നമ്മൾ ഇതിൽ കൂടെ കൊടുക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ കാണുന്ന മൈഗ്രെയിൻ എന്ന് പറയുന്ന രോഗവും ശ്വാസകോശ അലർജിയുടെ ഒരു ഭാഗമായിട്ടാണ് എൻ്റെ അനുഭവത്തിൽ കണ്ടത്. അതായത് 20-25 വർഷം വരെ പഴകിയ മൈഗ്രെയിൻ നമ്മുടെ ചികിത്സയിൽ പൂർണ്ണമായിട്ട് മാറിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ മൈഗ്രെയിൻ ഇത്രയും പഴകിയ പേഷ്യൻസ് വരുമ്പോഴും ഞാൻ ശ്വാസകോശത്തിൻ്റെ സ്പൈറോമെട്രി ടെസ്റ്റ് ചെയ്യും, PFT ചെയ്യും. അപ്പോൾ അതിൽ അവർക്കും ഒരു ആസ്മയുടെ ബിഗിനിങ് ഉള്ളതായിട്ട് ഞാൻ പല കേസിലും കണ്ടിട്ടുണ്ട്. എൻ്റെ ഒരു ഒബ്സർവേഷനിൽ ഈ മൈഗ്രെയിൻ എന്ന് പറയുന്നതും നമ്മുടെ സൈനസുകൾക്കകത്ത് ഒരു സൈഡിൽ 3 സൈനസ്, 2 സ്ഥലത്തുകൂടെ നമുക്ക് 6 സൈനസുകളുണ്ട്. ഈ സൈനസിനകത്ത് കഫം ഒരു കോട്ടിങ് പോലെ വരികയും അവിടുത്തെ നെർവ്സിൽ കൂടി ഇതിൻ്റെ ആ ഒരു ഇൻഫ്ലമേഷൻ്റെ പെയിൻ
ബ്രെയിനിൽ ഫീൽ ചെയ്യുന്നതുമാണ് ഈ മൈഗ്രെയിൻ എന്ന് പറയുന്നത്. അപ്പം മൈഗ്രെയിൻ പഴകിയാലും അത് പതുക്കെ ആസ്മയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഇനി നമുക്ക് മെൻഷൻ ചെയ്യാനുള്ള ഒരേ ഒരു കാര്യം സ്ഥിരമായിട്ടുണ്ടാകുന്ന തുമ്മലാണ്. സ്ഥിരം തുമ്മൽ, ഞാൻ എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട്, ഏത് വ്യക്തിക്ക് സ്ഥിരം തുമ്മലുണ്ടോ ഇന്നല്ലേ നാളെ പതുക്കെ അത് ആസ്മയിലേക്ക് പോകും. ഏറ്റവും പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ്. എല്ലാവരും എനിക്ക് ഇച്ചിരി ഡസ്റ്റ് അലർജിയേ ഉള്ളൂ, അല്ലെങ്കിൽ 2 തുമ്മലേ ഉള്ളൂ, അതങ്ങ് ചീറ്റിയാണ് പോകും, അല്ലെങ്കിൽ ഒരു ഗുളിക അതിന് കണ്ടി കഴിക്കും, എല്ലാവരും ഗുളിക കഴിക്കും. ഇത് കഴിക്കുന്തോറും നിങ്ങളൊരു വലിയ അപകടത്തിലേക്ക്, ആസ്മ എന്ന് പറയുന്ന വലിയൊരു രോഗത്തിലേക്ക് പതുക്കെ സ്ലിപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഏത് വ്യക്തിക്ക് സ്ഥിരം തുമ്മലുണ്ടോ ഇന്നല്ലേ നാളെ അത് ആസ്മയുടെ ഒരു വഴിയിലേക്ക് അത് തുറക്കും. ശ്വാസകോശ സംബന്ധമായ അലർജികൾ, ആസ്മയും മറ്റുള്ള അനുബന്ധ രോഗങ്ങളും നമ്മളിവിടെ പ്രതിപാദിച്ചു. ഇനി ഇതോട് ബന്ധപ്പെട്ട് മറ്റുള്ള അവയവങ്ങളിൽ ഉണ്ടാകുന്ന അലർജി രോഗങ്ങളെ പറ്റി, അല്ലാതെ ഇമ്മ്യൂണോളജിക്കൽ ഡിസീസിനെ പറ്റി വേറൊരു സമയത്ത് പ്രതിപാദിക്കാം. നന്ദി, നമസ്കാരം. i2i News, an eye for truth.